നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈയൊരു രേഖ ശരിക്കും നമ്മളെ പിടിച്ചുകുലുക്കുന്ന ഒന്നാണ്. അതെ. 1851-ൽ സൊജേനർ ട്രൂത്ത് എന്ന ഒരു സ്ത്രീ നടത്തിയ ഒരു പ്രസംഗം. ചരിത്രത്തിന്റെ ഗതിമാറ്റിയ വാക്കുകളെന്നൊക്കെ പറയുമ്പോൾ അതിലൊട്ടും അതിശയോക്തിയില്ല. ഇല്ല. നമ്മുടെ ലക്ഷ്യം ഈ പ്രസംഗം വെറുതെ ഒന്ന് വായിച്ചു പോകുക എന്നല്ല, മറിച്ച് ഓരോ വാക്കിലും അവർ ഒളിപ്പിച്ചുവെച്ച തീപ്പൊരി കണ്ടെത്തുക എന്നതാണ്. ശരിയാണ്. സ്ത്രീകളുടെയും കറുത്ത വർഗക്കാരുടെയും അവകാശങ്ങൾക്കായി ഒരേ സമയം മുഴങ്ങിയ ആ ശബ്ദത്തിന്റെ ശക്തി എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അതെ. അപ്പോൾ ഈ പ്രസംഗത്തിന്റെ പശ്ചാത്തലം വളരെ പ്രധാനമാണ്. കാരണം എങ്ങനെയുള്ള ഒരു സദസ്സിന് മുന്നിലാണ് ഇത് നടന്നതെന്നറിയുമ്പോൾ മാത്രമേ ആ വാക്കുകളുടെ മൂർച്ച നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കൂ. തീർച്ചയായും. ഇത് നടക്കുന്നത് 1851-ലാണ്. ഒഹായോയിലെ ഒരു വനിതാ അവകാശ കൺവെൻഷൻ. അവിടെയുള്ളവരിൽ ഭൂരിഭാഗവും വെള്ളക്കാരായ സ്ത്രീകളാണ്. അപ്പോ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവന്ന വിദ്യാഭ്യാസമില്ലാത്ത ഒരു കറുത്ത വർഗക്കാരിയായ സുജേണർ ട്രൂത്ത് അവിടെ സംസാരിക്കാൻ എഴുന്നേൽക്കുക എന്നത് തന്നെ ഒരു വിപ്ലവമാണ്. അതെ. ആ ഒരു സംഘർഷം അവരുടെ ആദ്യത്തെ വാക്കുകളിൽ തന്നെയുണ്ട്, അല്ലേ? ഉണ്ട്. കുട്ടികളെ ഇത്രയധികം ബഹളമുള്ള ഒരിടത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങുന്നത്. അതെ. തെക്കുള്ള കറുത്ത വർഗക്കാരും വടക്കുള്ള സ്ത്രീകളും ഒരുമിച്ച് അവകാശങ്ങൾ ചോദിക്കുമ്പോൾ വെള്ളക്കാരായ പുരുഷന്മാർ ആകെ കുഴപ്പത്തിലാകുമെന്ന് അവർ പറയുന്നു. അവിടെ തന്നെ അവർ രണ്ടു പോരാട്ടങ്ങളെയും ഒരുമിപ്പിക്കുകയാണ്. നമുക്ക് അവരുടെ പ്രധാന വാദങ്ങളിലേക്ക് കടക്കാം. ശരിയാണ്. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വെള്ളക്കാരായ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീത്വം എന്നാൽ വളരെ നാസുക്കായ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നായിരുന്നു. ഒരു കൾട്ട് ഓഫ് ഡൊമസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്ന ഒരാശയം. അതെ, കൃത്യം. സ്ത്രീകൾ ദുർബലരാണ്, അവരെ വണ്ടിയിൽ കയറ്റാൻ സഹായിക്കണം, ചെളിക്കുഴി ചാടാൻ താങ്ങുകൊടുക്കണം, ഏറ്റവും നല്ല ഇരിപ്പിടം നൽകണം. അങ്ങനെയുള്ള സങ്കല്പങ്ങൾ. ഈ സങ്കല്പത്തെയാണ് സൊജേണർ ട്രൂത്ത് ഒറ്റ ചോദ്യം കൊണ്ട് തകർത്തുകളയുന്നത്. ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. അവർ വളരെ ശാന്തമായി, പക്ഷേ അസ്ത്രം പോലെ തുളച്ചുകയറുന്ന രീതിയിൽ ചോദിക്കുന്നു, എന്നെ ആരും വണ്ടികളിൽ കയറ്റാനോ ചെളിക്കുണ്ടുകൾക്ക് മുകളിലൂടെയോ സഹായിച്ചിട്ടില്ല, എനിക്ക് ആരും നല്ല സ്ഥലം തന്നിട്ടുമില്ല. എന്നിട്ടവർ ചോദിക്കുകയാണ്, എന്നിട്ടും ഞാനൊരു സ്ത്രീയല്ലേ? ആ ഒരു ചോദ്യം ഒന്നാലോചിച്ചു നോക്കൂ. ആ സദസ്സ് എത്രമാത്രം നിശബ്ദമായിട്ടുണ്ടാവുമെന്ന്. ആ നിശബ്ദതയിലാണ് അവരുടെ അടുത്ത വാദം ഒരു ഇടിമുഴക്കം പോലെ വരുന്നത്. എന്നെ നോക്കൂ, എന്റെ കൈകളിലേക്ക് നോക്കൂ. ഞാൻ ഉഴുകയും നടുകയും ധാന്യപ്പുരകളിൽ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പുരുഷനും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും ഇവിടെ അവർ ചെയ്യുന്നത് വെറുമൊരു താരതമ്യമല്ല. അന്നത്തെ സമൂഹം സ്ത്രീത്വത്തിന്റെ നിർവചനത്തിൽ നിന്ന് മാറ്റി നിർത്തിയ കഠിനാധ്വാനത്തെയും ശാരീരിക ശക്തിയെയും തിരികെ കൊണ്ടുവന്ന് സ്ത്രീത്വത്തിന്റെ ഭാഗമാക്കുകയാണ്. അതെ, സഹനവും കരുത്തും സ്ത്രീത്വത്തിന്റെ ഭാഗമല്ലെന്ന് ആരാണ് പറഞ്ഞതെന്നാണ് അവർ ചോദിക്കുന്നത്. ഓരോ വാദത്തിനു ശേഷവും ആൻഡ് എയിൻറ്റ് ഐ എ വുമൻ, അതായത് എന്നിട്ടും ഞാനൊരു സ്ത്രീയല്ലേ എന്ന് അവർ ആവർത്തിക്കുന്നുണ്ട്. അതൊരു ചോദ്യമെന്നതിലുപരി ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരുതരം ആരോപണമാണ്. അതെ. നിങ്ങളുടെ നിർവചനങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഞാൻ, പക്ഷേ ഞാനും ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് ആ സദസ്സിന്റെ കാപട്യത്തിനെതിരെയാണ് അവർ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ ശാരീരികമായ കരുത്തിന്റെ കാര്യത്തിൽ അവർ പുരുഷനൊപ്പമോ ഒരു പടി മുകളിലോ ആണെന്ന് സ്ഥാപിച്ചെടുത്തു. പക്ഷേ അവരനുഭവിച്ച വേദനകൾ അതിലും എത്രയോ വലുതായിരുന്നു. അതെ. അവിടെയാണ് ഈ പ്രസംഗം മറ്റൊരു തലത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഇന്ന് ഇരട്ട പാർശ്വവൽക്കരണം അഥവാ ഡബിൾ മാർജിനലൈസേഷൻ എന്നു പറയുന്ന ആശയത്തിന്റെ ഏറ്റവും തീവ്രമായ രൂപം നമുക്കിവിടെ കാണാം. ഒരു സ്ത്രീ ആയതുകൊണ്ടും കറുത്ത വർഗക്കാരി ആയതുകൊണ്ടും ഒരേ സമയം അനുഭവിക്കേണ്ടി വരുന്ന വിവേചനം. ശരിയാണ്. വെള്ളക്കാരായ സ്ത്രീകൾക്ക് ഒരുപക്ഷെ ലഭിച്ചേക്കാവുന്ന ചെറിയ പരിഗണനകൾ പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിനേക്കാളെല്ലാം ഭീകരമായിരുന്നു അവരനുഭവിച്ച മറ്റനീതികൾ. പ്രസംഗത്തിലെ ആ ഭാഗം വായിക്കുമ്പോൾ ഇന്നും എനിക്ക് രോമാഞ്ചം വരും. ഒരമ്മയുടെ വേദനയുടെ ആഴം അത്രയ്ക്കുണ്ടാ വാക്കുകളിൽ. ഞാൻ 13 കുട്ടികൾക്ക് ജന്മം നൽകി. അവരിൽ ഭൂരിഭാഗവും അടിമത്തത്തിലേക്ക് വിൽക്കപ്പെടുന്നത് ഞാൻ കണ്ടു. എന്റെ അമ്മയുടെ ദുഃഖത്തോടെ ഞാൻ കരഞ്ഞപ്പോൾ യേശുവല്ലാതെ മറ്റാരും കേട്ടില്ല. ഈയൊരു വാക്യം മാത്രം മതി സൊജേനർ ട്രൂത്ത് എന്ന സ്ത്രീയുടെ ജീവിതം എത്രമാത്രം ഭയാനകമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ കൺവെൻഷനിലിരിക്കുന്ന വെള്ളക്കാരായ സ്ത്രീകളും സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടിയാണ് പോരാടുന്നത്. ഒരുപക്ഷെ വോട്ടവകാശത്തിനു വേണ്ടി, അല്ലെങ്കിൽ സ്വത്തവകാശത്തിനു വേണ്ടി. അതേസമയം സൊജേനർ ട്രൂത്ത് സംസാരിക്കുന്നത് അതിനേക്കാളെല്ലാം അടിസ്ഥാനപരമായ ഒരു അവകാശത്തെക്കുറിച്ചാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ തന്നോടൊപ്പം വളർത്താനുള്ള ഒരമ്മയുടെ അവകാശം.
അതെ, അവരുടെ വേദന കേവലമൊരു സ്ത്രീയുടെ വേദനയല്ല, അടിമയാക്കപ്പെട്ട ഒരു കറുത്ത അമ്മയുടെ വേദനയാണ്. ആ വേദനയ്ക്ക് മുന്നിൽ മറ്റെല്ലാ വാദങ്ങളും ചെറുതായി പോകുന്നു. എനിക്കൊരു സംശയം തോന്നാറുണ്ട്. ആ സദസ്സിലുണ്ടായിരുന്ന വെള്ളക്കാരായ സ്ത്രീകൾക്ക് ഈ പ്രസംഗം എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാകും? അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഒരു തരത്തിൽ സൊജോർണ ട്രൂത്ത് അവരെ കൂടെ പരോക്ഷമായി വിമർശിക്കുകയല്ലേ. നിങ്ങളുടെ പോരാട്ടങ്ങൾ ശരിയായിരിക്കാം, പക്ഷേ നിങ്ങൾ കാണാത്ത, അനുഭവിക്കാത്ത വലിയൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയല്ലേ അവർ ചെയ്യുന്നത്. തീർച്ചയായും ആ പ്രസംഗം ഒരു വിഭാഗം സ്ത്രീകളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടാവാം. പക്ഷെ മറ്റൊരു വിഭാഗത്തിനത് ഒരു തിരിച്ചറിവായിരുന്നിരിക്കാം. സ്ത്രീകളുടെ പോരാട്ടം എന്നത് ഒറ്റ നിരത്തിലുള്ള ഒന്നല്ല, അതിനു പല അടരുകളുണ്ടെന്ന് അവർ ആദ്യമായി മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അന്നാവാം. അടിമത്തം, ചാട്ടവാറടി, നിർബന്ധിത തൊഴില്, മക്കളെ നഷ്ടപ്പെടൽ, ഈ അനീതികളെല്ലാം സഹിച്ചൊരു സ്ത്രീ ഞാനൊരു സ്ത്രീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വികസിക്കുകയാണല്ലേ. അതെ, ശാരീരികവും വൈകാരികവുമായ ഈ അതിജീവനത്തിന്റെ കഥ പറഞ്ഞതിന് ശേഷം അവർ നേരിടുന്നത് മറ്റൊരു തരം ആക്രമണത്തെയാണ്, ബൗദ്ധികമായ ഒന്ന്. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്ര ബുദ്ധിയില്ല, അതുകൊണ്ട് അവർക്ക് തുല്യ അവകാശങ്ങൾ നൽകേണ്ടതില്ല എന്ന വാദം. അതിനെ അവർ നേരിടുന്ന രീതി അതിഗംഭീരമാണ്. അതെ, ആ ഭാഗം അവരുടെ പ്രതിഭയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തലച്ചോറിലെ ആ വസ്തുവിനെക്കുറിച്ച്, അതായത് ബുദ്ധിയെക്കുറിച്ച് ആരോ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സദസ്സിൽ നിന്ന് ആരോ ഇന്റലക്ട് എന്ന് മന്ത്രിക്കുന്നുണ്ട്. അതെ, അപ്പോൾ അതിനെ അവർ നേരിട്ടത് വളരെ ലളിതമായൊരു ഉപമയിലൂടെയാണ്. എന്റെ കപ്പിൽ ഒരു പൈന്റ് മാത്രമേ കൊള്ളൂ, നിങ്ങളുടേതിൽ ഒരു ക്വാട്ട് കൊള്ളുവെങ്കിൽ എന്റെ ചെറിയ പകുതി അളവ് നിറയ്ക്കാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുന്നത് മോശമല്ലേ? കേൾക്കാൻ വളരെ ലളിതമാണെങ്കിലും ആ ഉപമയുടെ ശക്തി വളരെ വലുതാണ്. ശരിയാണ്, അവർ ബുദ്ധിയുടെ അളവിനെക്കുറിച്ച് തർക്കിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷേ നിങ്ങൾക്കായിരിക്കാം കൂടുതൽ ബുദ്ധി, ഞാനത് സമ്മതിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അതുകൊണ്ട് എന്റെ ചെറിയ കപ്പ് നിറയ്ക്കാനുള്ള എന്റെ അവകാശത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളതെന്ന്? അവകാശങ്ങൾ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല, മനുഷ്യനായി ജനിച്ചതുകൊണ്ട് മാത്രം ലഭിക്കേണ്ടതാണെന്ന് എത്ര ലളിതമായാണ് അവർ പറഞ്ഞുവെക്കുന്നത്. കൃത്യമായി. അന്നത്തെ സാമൂഹിക വ്യവസ്ഥയുടെ നെറുകയിലാണ് ആ ചോദ്യം ചെന്നുകൊണ്ടത്. കാരണം കഴിവ്, ബുദ്ധി, പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അധികാരവും അവകാശങ്ങളും തീരുമാനിക്കേണ്ടതെന്നുള്ള വാദത്തെയാണ് അവരവിടെ തകർത്തത്. ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, കറുത്ത വർഗ്ഗക്കാരുടെ കാര്യത്തിലും പ്രസക്തമായിരുന്നു. അതെ, അതുകൊണ്ട് ആ ഒരൊറ്റ ഉപമ രണ്ടനീതികൾക്കെതിരെയുള്ള മറുപടിയായി മാറി. ബൗദ്ധികമായ വെല്ലുവിളിയെ അതിജീവിച്ചതിന് ശേഷം അവർ നേരിടുന്നത് ഒരുപക്ഷെ അന്നത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തെയാണ്, മതത്തെ. ഉപ്പണിഞ്ഞ ചെറിയ മനുഷ്യന് സൊജോർണ ട്രൂത്ത് നൽകുന്ന മറുപടി ഒരു ചരിത്രമാണ്. അതവരുടെ വാക്ചാതുര്യത്തിന്റെ പരകോടിയാണ്. അവർ ഒട്ടും പതരാതെ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളുടെ ക്രിസ്തു എവിടെ നിന്ന് വന്നു? വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ ക്രിസ്തു എവിടെ നിന്ന് വന്നു? ദൈവത്തിൽ നിന്നും, ഒരു സ്ത്രീയിൽ നിന്നും. പുരുഷൻ അവനുമായി ഒരു ബന്ധവുമില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, പുരുഷാധിപത്യപരമായ മതവ്യാഖ്യാനങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ അടിച്ചമർത്താൻ ശ്രമിച്ചവരുടെ മുഖത്തു നോക്കി അതേ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ മുൻനിർത്തി അവർ നൽകിയ മറുപടിയാണിത്. ഒരു ദൈവശാസ്ത്രപരമായ ചെക്ക്മേറ്റ്. അതെ, അവർ തങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിച്ച അതേ ആയുധം, അതായത് ബൈബിൾ, അവർക്കെതിരെ തിരിച്ചു പ്രയോഗിക്കുകയാണ്. അതോടെ ആ വാദത്തിന്റെ മുനയൊടിഞ്ഞു. തീർച്ചയായും. ഒരു സ്ത്രീയുടെ കരുത്ത്, മെറ്റൽ ഓഫ് എ വുമൺ എന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ പ്രസംഗത്തിലെ ഓരോ ഭാഗവും അതിന്റെ ഉദാഹരണമാണ്. ശാരീരികമായ കരുത്ത്, 13 മക്കളെ നഷ്ടപ്പെട്ടിട്ടും തളരാത്ത മാനസികമായ സഹനശക്തി, ബുദ്ധി കൊണ്ടും വാക്ചാതുര്യം കൊണ്ടും എതിരാളികളെ നിശബ്ദരാക്കാനുള്ള കഴിവ്. ഇതെല്ലാമാണ് ഒരു സ്ത്രീയുടെ യഥാർത്ഥ കരുത്തെന്ന് അവർ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയായിരുന്നു. അതെ. അങ്ങനെ എല്ലാ വാദങ്ങളെയും ഖണ്ഡിച്ചതിനു ശേഷം പ്രസംഗം അവസാനിക്കുന്നത് ഒരു വലിയ പ്രതീക്ഷയോടെയും ഒപ്പം ഒരു മുന്നറിയിപ്പോടെയുമാണ്. ആ അവസാന ഭാഗം ഒരു ആഹ്വാനം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ആഹ്വാനം തന്നെയാണ്. അവർ പറയുന്നു, ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ സ്ത്രീക്ക്, അതായത് ഹൗവയ്ക്ക്, ഒറ്റയ്ക്ക് ലോകത്തെ തലകീഴായി മറിക്കാൻ മാത്രം ശക്തിയായിരുന്നുവെങ്കിൽ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്ന ഈ സ്ത്രീകൾക്ക് അതിനെ തിരികെ കൊണ്ടുവരാനും ശരിയായ രീതിയിലാക്കാനും കഴിയണം. ഇത് കേവലം ഒരു പ്രത്യാശയല്ല, സ്ത്രീകളുടെ കൂട്ടായ്മയുടെ ശക്തിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവർ ചരിത്രത്തിൽ നിന്ന്, തങ്ങളുടെ തന്നെ മതഗ്രന്ഥത്തിൽ നിന്ന് സ്ത്രീകൾക്കൊരു പാരമ്പര്യം, ഒരു പൈതൃകം വീണ്ടെടുത്ത് നൽകുകയാണ്. ഏറ്റവും ശക്തമായ ഭാഗം അത് കഴിഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ അവരത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പുരുഷന്മാർ അവരെ അനുവദിക്കുന്നതാണ് നല്ലത്.
ആ വാക്കുകളിലെ ഒരു ഉറപ്പുണ്ടല്ലേ? അതൊരു അപേക്ഷയല്ല, ഒരു അവകാശ പ്രഖ്യാപനമാണ്. മാറ്റം വരുക തന്നെ ചെയ്യും. അതിനെ തടഞ്ഞു നിർത്താൻ നോക്കണ്ട എന്നൊരു താക്കീത് കൂടിയാണത്. കൃത്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രസംഗം ഇന്നും ഇത്രയധികം പഠിക്കപ്പെടുന്നത്. ഇത് കേവലം അടിമത്തത്തിൽ നിന്നു മോചിതയായ ഒരു സ്ത്രീയുടെ രോദനമായിരുന്നില്ല. അതൊരു പുതിയ ലോകക്രമത്തിനായുള്ള പ്രഖ്യാപനമായിരുന്നു. സ്ത്രീ, കറുത്ത വർഗക്കാരി, അമ്മ, തൊഴിലാളി എന്നിങ്ങനെ തന്റെ എല്ലാ സ്വത്തുങ്ങളെയും അവർ തന്റെ ശക്തിയാക്കി മാറ്റി. അതെ. അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ സൊജാന ട്രൂത്തിന്റെ ഈ വാക്കുകൾ ഒരു വ്യക്തിയുടെ അനുഭവം എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമാണെന്ന് വ്യക്തമാണ്. ദുർബലതയാണ് സ്ത്രീത്വം എന്ന പൊള്ളയായ വാദത്തെ അവർ സ്വന്തം ജീവിതം കൊണ്ട് പൊളിച്ചൊടുക്കി. ഒരു സ്ത്രീയുടെ യഥാർത്ഥ കരുത്ത് അവളുടെ സഹനത്തിലും അതിജീവനത്തിലും വാക്കുകളിലുമാണെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതോടൊപ്പം ഒരേ സമയം ഒന്നിലധികം സ്വത്വങ്ങളുടെ പേരിൽ വിവേചനം അനുഭവിക്കുന്നവരുടെ പോരാട്ടങ്ങൾക്ക് എക്കാലത്തും പ്രചോദനമാണീ പ്രസംഗം. എന്റെ പോരാട്ടമാണോ നിന്റെ പോരാട്ടമാണോ വലുത് എന്ന് തർക്കിക്കുന്നതിന് പകരം എല്ലാ അനീതികൾക്കെതിരെയും എങ്ങനെ ഒരുമിച്ച് ശബ്ദമുയർത്താം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി സൊജാന ട്രൂത്തിന്റെ ജീവിതം നിലകൊള്ളുന്നു. ഈ പ്രസംഗത്തെക്കുറിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കൂ. സൊജാന ട്രൂത്ത് തന്റെ സ്വന്തം ശരീരത്തെയും അനുഭവങ്ങളെയും ഒരു നിഷേധിക്കാനാവാത്ത തെളിവായിട്ടാണ് സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ചത്. ശരിയാണ്. ഇന്ന് നമ്മുടെ കാലത്ത് പലപ്പോഴും പല പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളും തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുമ്പോൾ ഓരോ വിഭാഗവും മറ്റുള്ളവരുടെ അനുഭവങ്ങളെ തള്ളിക്കളയുകയോ തങ്ങളുടെ വേദനയാണ് വലുതെന്ന് വാദിക്കുകയോ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ സൊജാന ട്രൂത്ത് ചെയ്തത് നേരെ മറിച്ചാണ്. സ്ത്രീ, കറുത്ത വർഗക്കാരി, മുൻ അടിമ എന്നീ തന്റെ എല്ലാ സ്വത്വങ്ങളെയും ഒരുമിപ്പിച്ച് അത് മാനുഷിക അവകാശങ്ങൾക്കായുള്ള ഒരൊറ്റ ശക്തമായ വാദമാക്കി മാറ്റി. അപ്പോൾ എന്റെ ചോദ്യമിതാണ്: ഭിന്നിച്ച് നിൽക്കുന്നതിന് പകരം നമ്മുടെയെല്ലാം അനുഭവങ്ങളെ ഒരുമിപ്പിച്ച് ഒരു വലിയ അനീതിക്കെതിരെ പോരാടാൻ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാനാകും? അതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു.